ഒടുവിൽ നിർണായകമായ ഒരു തീരുമാനം പുറത്തുവരികയാണ്. കെ സി വേണുഗോപാൽ കേരളത്തിലേക്കില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നറുക്ക് സതീശനോ? സൂചനകൾ തെളിയുന്നു. പ്രഖ്യാപനം ദില്ലിയിൽ നിന്നായേക്കും എന്നും സൂചന. കെ സി കേരളത്തിലേക്കില്ല, നറുക്ക് സതീശനോ? നിർണായക സൂചന പുറത്തുവരികയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന് അറിയാനുള്ള തീരുമാനം ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. ദില്ലിയിൽ നിന്ന് ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്താനുള്ള ചാർട്ടേഡ് വിമാനം വൈകുന്നതിനാലാണ് തീരുമാനം അറിയിക്കുന്നതും വൈകുന്നത്. അതേസമയം നിയമസഭാ കക്ഷി യോഗത്തിൽ നേതാവിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും എന്നാണ് പുറത്തുവരുന്ന മറ്റൊരു വിവരം. അതേസമയം നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ വി ഡി സതീശൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. ഘടകകക്ഷി നേതാക്കളും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. ഇന്ന് തന്നെ UDF നിയമസഭാ കക്ഷി യോഗം നടക്കും. AICC ചാർട്ടേഡ് ഫ്ലൈറ്റ് 4 മണിക്ക് തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് റിപ്പോർട്ട്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ദില്ലിയിൽ നിന്നും ഫ്ലൈറ്റ് പുറപ്പെടുക. ഇതിൽ നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് എത്തുക. ഇവർക്കൊപ്പം കെ സി വേണുഗോപാൽ എത്തുമോ എന്നായിരുന്നു ഉയർന്നിരുന്ന ചോദ്യം. എന്നാൽ കെ സി വേണുഗോപാൽ എത്തില്ല എന്നും വിവരങ്ങൾ വരുന്നു. എന്നാൽ വേണുഗോപാലിന്റെ ഓഫീസ് വിവരം സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. നിയമസഭാ കക്ഷി യോഗം 1 മണിക്ക് തിരുവനന്തപുരത്ത് ചേരുമെന്നറിയുന്നു. തീരുമാനം മുദ്രവെച്ച കവറിൽ കൈമാറി നിയമസഭാ കക്ഷി യോഗത്തിൽ പ്രഖ്യാപിക്കാനാണ് നീക്കം. മുഖ്യമന്ത്രി ആര് എന്നതിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ നേതാക്കളെ വിളിച്ച രാഹുൽ ഗാന്ധി ഇതുവരെ തീരുമാനം അറിയിച്ചിട്ടില്ല. ഘടക കക്ഷികളോടും അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ല. നിയമസഭാ കക്ഷി യോഗത്തിന് മുൻപ് ദില്ലിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതാണ് പതിവ് രീതി. എന്നാൽ ഇക്കാര്യത്തിലും അന്തിമ തീരുമാനം പുറത്തു വന്നിട്ടില്ല. കക്ഷിയോഗത്തിൽ മുഖ്യമന്ത്രി ആര് എന്ന് പറയുമോ അതോ പാക്കേജ് പറയുമോ എന്ന കാര്യത്തിലും ആകാംക്ഷ തുടരുകയാണ്. കർണാടകയിലെ മുഖ്യമന്ത്രി തീരുമാനത്തിലടക്കം ഏറെ നിർണായകമായ കെ സിയുടെ ദില്ലിയിലെ 51 ലോധി എസ്റ്റേറ്റ് എന്ന വീട് കുറച്ചു ദിവസങ്ങളായി ശ്രദ്ധാകേന്ദ്രമായിരുന്നു. വി ഡി സതീശൻ രാവിലെ 7:15 തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. മകൾ ഉണ്ണിമായും സഹോദരന്റെ മകളും അദ്ദേഹത്തിനൊപ്പം കാറിലുണ്ട്. തിരുവനന്തപുരം വഴുതക്കാട്ട് വീട്ടിൽ തുടരുകയാണ് രമേശ് ചെന്നിത്തല. അവസാന നിമിഷവും സമവായ സ്ഥാനാർത്ഥിയായ ചെന്നിത്തലയുടെ പേര് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ് വിശ്വസിക്കുന്നത്. അതിനിടെ ലീഗ് MLA മാർ ഉച്ചയ്ക്ക് 2-ന് എത്തുന്നതിൽ അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. ലീഗിന്റെ MLA മാർ ഒപ്പിട്ട കത്ത് ഇമെയിൽ വഴി നൽകിയേക്കും എന്നാണ് സൂചന. രാവിലെ ലീഗ് യോഗം ചേർന്നേക്കുമെന്നും സൂചനയുണ്ട്. ഗവർണർക്കുള്ള കത്ത് എല്ലാവരിൽ നിന്നും വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം നടക്കുന്നതുവരെ തീരുമാനം രഹസ്യാത്മകമായി സൂക്ഷിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. നിയമസഭാ കക്ഷി യോഗം അലങ്കോലമാകരുതെന്ന ജാഗ്രതയാണ് ഇതിന് പിന്നിൽ. പ്രവർത്തകരുടെ പ്രതിഷേധവും നേതൃത്വവും കണക്കിലെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച പാർട്ടി തീരുമാനം മുദ്രവെച്ച കവറിൽ ദീപാദാസ് മുൻഷിക്ക് കൈമാറാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.